ഹലോ ഡിയേഴ്സ്, ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അരി ഗോതമ്പൊന്നും ഉപയോഗിക്കാതെ വളരെ കാലറി കുറവുള്ള വെജിറ്റബിൾസ് മാത്രം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. കാലറി വളരെ കുറവുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് ഡയബറ്റീസുകാർക്കും വെയിറ്റ് ലോസുകാർക്കും വളരെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ബ്രൊക്കോളിയിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. അത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. തന്മൂലം നമുക്ക് ക്യാൻസറിനെ തടയാനുള്ള കഴിവ് ലഭിക്കും. ബ്രൊക്കോളി നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. പിന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. ഡയബറ്റീസ് കുറക്കാനും സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രൊക്കോളി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ട് തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ബ്ലാൻഡ് ചെയ്ത ബ്രൊക്കോളി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും ചേർക്കാം. എരിവിന് വേണ്ടി 2 പച്ചമുളക് സ്ലൈസ് ചെയ്ത് ഞാൻ ചേർത്തിട്ടുണ്ട്. പച്ചമുളകും വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്. പിന്നെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക. ഇനി നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് സവാള. അത് ഞാനൊരു വലിയ സവാളയുടെ പകുതിയാണ് ചേർക്കുന്നത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. തീരെ പൊടി പോലെ കട്ട് ചെയ്യണമെന്നില്ല, കുറച്ച് വലുതാക്കി കട്ട് ചെയ്യാം. ഈ സവാളയിലും ധാരാളം വിറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും സവാള സഹായിക്കുന്നുണ്ട്. നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് നല്ലതുപോലെ സോഫ്റ്റ് ആവണം. കുറച്ച് നിറം മാറി തുടങ്ങുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് ഞാനിനി ചേർക്കാൻ പോകുന്നത് സുഷീനിയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. നമ്മുടെ പാവം വെണ്ടയ്ക്ക പോലെ വളരെ കുറഞ്ഞ കാലറി ഉള്ള ഒരു വെജിറ്റബിളാണ് സുഷീനി. ഇതിൻ്റെ തോല് കളയാതെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ തൊലിയോട് ചേർന്ന ഭാഗത്താണ് ഇതിൻ്റെ വിറ്റാമിൻസും മിനറൽസൊക്കെ അടങ്ങിയിരിക്കുന്നത്. തൊലി ചെത്തിക്കളഞ്ഞാൽ ഇതിൻ്റെ പോഷകാംശങ്ങളൊക്കെ നഷ്ടപ്പെടും. സുഷീനി നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഹാർട്ടിനും സ്കിന്നിനും വളരെ നല്ലതാണ്. സവാള നിറം മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത സുഷീനി ചേർത്ത് കൊടുക്കാം. സുഷീനിയിൽ ധാരാളം വെള്ളമുള്ളതാണ്. അതുകൊണ്ട് നന്നായിട്ട് വെള്ളം പറ്റുവോളം നമ്മൾ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യണം. അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കുറച്ച് നേരം വെച്ചിട്ട് അതിൽ നിന്ന് ഊറി വന്ന വെള്ളം പിഴിഞ്ഞ് കളയാം. പക്ഷെ അതിലുള്ള പോഷകാംശങ്ങളൊക്കെ കുറച്ച് നഷ്ടമാകും. അതുകൊണ്ട് ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ പിഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിതിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ബ്ലാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രൊക്കോളി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റിൽ ചേർത്തിരിക്കുന്നതെല്ലാം പച്ച നിറമുള്ള വെജിറ്റബിൾസാണ്. പച്ച നിറമുള്ള വെജിറ്റബിൾസിന് ധാരാളം ആൻറ്റി ഓക്സിഡൻസും വിറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പിന്നെ നമ്മളുടെ ഡയബറ്റീസ് കുറക്കാനുള്ള കഴിവും ബ്രൊക്കോളിക്കുണ്ട്. നമ്മുടെ സ്കിന്നിനും വളരെ നല്ലതാണ്. ഇപ്പോൾ സുഷീനിയിലെ വെള്ളമൊക്കെ ഏകദേശം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ബ്രൊക്കോളി ചേർത്ത് കൊടുക്കാം. ബ്രൊക്കോളി ചേർത്ത് ഒത്തിരി അങ്ങോട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം. എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളകാണ് ചേർത്തത്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കണം. റെഡ് ചില്ലി പൗഡർ പിന്നെ അതുപോലെ ജീരക പൗഡർ ഒന്നും ഇതിലേക്ക് ചേർക്കാറില്ല. മസാലപ്പൊടികളൊന്ന് കുക്കാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. 2 മിനിറ്റ് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് പൊട്ടാറ്റോ ആണ്. പൊട്ടാറ്റോ കാണുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കും, പൊട്ടാറ്റോ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കൂട്ടുകയും ഡയബറ്റിക് കൂട്ടുകയൊക്കെ ചെയ്യുമെന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ കഴിക്കുന്ന അരിയും ഗോതമ്പുമായി കമ്പയർ ചെയ്യുമ്പോൾ പൊട്ടാറ്റോയിൽ വളരെ കുറച്ച് പ്രോട്ടീനേ അടങ്ങിയിട്ടുള്ളൂ. അതുപോലെ സ്റ്റാർച്ചും കാർബോഹൈഡ്രേറ്റ്സും വളരെ കുറവാണ്. ധാരാളം
നാരുകൾ അടങ്ങിയിട്ടുണ്ട്, ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൽ. പിന്നെ അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് അത്യാവശ്യം വേണ്ട ന്യൂട്രിയൻ്റാണ് പൊട്ടാസ്യം കുറഞ്ഞു പോയാലുള്ള റിസ്ക് അറിയാലോ എല്ലാവർക്കും. നമ്മൾ കുഴഞ്ഞു വീണു പോകും. ഹാർട്ടിൻ്റെയും ബ്രെയിനിൻ്റെയൊക്കെ ആരോഗ്യത്തിന് പൊട്ടാസ്യം വളരെ അത്യാവശ്യമാണ്. നമുക്കൊരു ചെറിയ പൊട്ടറ്റോ ദിവസവും കഴിച്ചതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല. അരിയിലും ഗോതമ്പും നോക്കുകയാണെങ്കിൽ ഇത് വളരെ റിസ്ക് കുറഞ്ഞ ഒരു കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട ഒന്നാണ് പൊട്ടാറ്റോ. പിന്നെ വേറെ ഒന്നുള്ളത് സ്വീറ്റ് പൊട്ടാറ്റോ ആണ്. രണ്ടും നല്ലതാണ്, ഡയബറ്റിക് കുറയാനും നല്ലതാണ്. അപ്പം നന്നായി ഉടച്ച പൊട്ടാറ്റോ ഇതിലേക്ക് ചേർത്തതിന് ശേഷം കുറച്ച് മല്ലിയില കൊത്തിയരിഞ്ഞത് ചേർക്കാം. പകരം നിങ്ങൾക്ക് മുരിങ്ങ ഇലയും ചേർക്കാം. പിന്നെ ഇതിലേക്ക് 2 മുട്ടയും കൂടി ചേർക്കാം. മുട്ടയിലെ വെള്ളക്കരു നമ്മുടെ സെല്ലുകളുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. പിന്നെ മുട്ട കൂടുതൽ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർ ഒരെണ്ണം ചേർത്താലും മതിയാകും. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ കുഴച്ച് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിനി ഒരു പാൻ ചൂടാക്കി ചെറിയ പാൻ കേക്കായി കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ച് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ബാറ്ററിയിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ച് ഉരുട്ടി ഒന്ന് പതിയെ പരത്തിയിട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. വെജിറ്റബിൾ മാത്രമായതുകൊണ്ട് ബൈൻഡിങ് വളരെ കുറവാണ്. നമ്മളിതിലേക്ക് ഒരു പൊടിയും ചേർത്തിട്ടില്ല, ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒന്ന് സോട്ട് ചെയ്തെടുക്കണമെന്ന് വേണമെങ്കിൽ പറയാം. 2 സൈഡും ഒന്ന് മുരിഞ്ഞ് കിട്ടണം. ഉള്ളിൽ എപ്പോഴും മുരിയാത്ത ഭാഗമായിരിക്കും, സോഫ്റ്റാണ്. മറിച്ചിടുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കുക. തമ്മിൽ മുട്ടാത്ത രീതിയിൽ വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട്. ഒത്തിരി മുട്ടിയ രീതിയിൽ ഇത് ഇടരുത്. നമുക്ക് മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, പെട്ടെന്ന് പൊടിഞ്ഞു പോകും. വളരെ ശ്രദ്ധയോടുകൂടി ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. വെയിറ്റ് ലോസുകാർക്കും ഡയബറ്റീസുകാർക്കൊക്കെ വളരെ നല്ലതാണ്. വളരെ കുറച്ച് എണ്ണയിൽ 2 സൈഡും മുരിഞ്ഞ് കഴിയുമ്പോൾ പാത്രത്തിലേക്ക് മാറ്റാം. പൊട്ടറ്റോ ചേർത്തിട്ടുണ്ടെന്നോർത്ത് ഒരു റിസ്ക്കുമില്ല. നമ്മൾ ഡെയിലി നമ്മളുടെ ഡയറ്റിൽ ഒരു ചെറിയ പൊട്ടറ്റോ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. പിന്നെ പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് കഴിക്കരുത്. വളരെ കുറഞ്ഞ അളവിൽ ഉപ്പും എണ്ണയും ഒക്കെ ചേർത്ത് വേവിച്ച് കഴിച്ചാൽ പൊട്ടറ്റോ വളരെ നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള, കാലറി വളരെ കുറവുള്ള, വെജിറ്റബിൾ മാത്രം അടങ്ങിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇതിൽ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.